ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എം കോഡിംഗ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിയാക്ട് ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് റിയാക്ട് കോമ്പോണൻസിന് സ്റ്റൈലിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഈ വീഡിയോ ത്രൂ ഔട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റൈലിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ ഇത് ഒരു CSSന്റെ ട്യൂട്ടോറിയൽ ക്ലാസ്സോ അങ്ങനെയൊന്നും അല്ല. നമുക്ക് റിയാക്ട് കോമ്പോണൻസിൽ എങ്ങനെ നമുക്ക് സ്റ്റൈൽ അപ്ലൈ ചെയ്യാം എന്നാണ് നമ്മളിവിടെ നോക്കാം. സോ ഇതൊരു വേറൊരു സൊല്യൂഷൻ ആണ്. ഓക്കെ, സോ ഈ സൊല്യൂഷന്റെ ഡൗൺലോഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഡൗൺലോഡ് ചെയ്ത് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവാം. So ഇതിനകത്ത് സാധാരണ നമ്മളൊരു റിയാക്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡീഫോൾട്ട് ആയിട്ട് ഒരു CSS ഫയൽ കാണും. അതായത് index.css ഫയൽ ആയിരിക്കും വരുന്നത്. ഇതിനെ നമ്മൾ ബേസിക് CSS ഫയലോ അല്ലെങ്കിൽ വനില CSS ഫയൽ എന്നാണ് പറയുന്നത്. വനില CSS എന്ന് പറയും. അപ്പൊ ഈ വനില CSSനകത്ത് നമുക്ക് ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബേസിക് സ്റ്റൈലിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഈ ബേസിക് സ്റ്റൈലിംഗ് നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞാൽ ഈ HTML, ബോഡി, ബട്ടൺ ഇതൊക്കെ എന്ന് പറയുന്നത് ഓരോ എലമെന്റ്സ് ആണ്. അപ്പൊ ഈ എലമെന്റ്സിന് നമുക്ക് സ്റ്റൈലിംഗ് നമ്മൾ അപ്ലൈ ചെയ്യും ഈ CSS ഫയൽ വഴി ചെയ്യും. ഇപ്പൊ ബട്ടൺ നമ്മൾ ഒരു സ്റ്റൈലിംഗ് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. സോ ഈ ബട്ടൺ എന്ന് പറയുന്നത് എലമെന്റ് ആണ്. സോ ഈ എല്ലാ ബട്ടന്റെ എലമെന്റും ഡയറക്ട്ലി ഈ ഒരു സ്റ്റൈൽ അങ്ങ് അപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഞാനിത് പ്രോഗ്രാം ഇവിടെ റൺ ചെയ്തു. സോ ഇതാണ് നമ്മുടെ ഒരു ഡീഫോൾട്ട് പേജ് വരുന്നത്. റിയാക്ട് ആർട്ട് എന്ന് പറഞ്ഞ് ഇമെയിൽ ഉണ്ട്, പാസ്വേഡ് ഉണ്ട്, ക്രിയേറ്റ് എ ന്യൂ അക്കൗണ്ട്, സൈൻ ഇൻ ഉണ്ട്. സോ ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ഇവിടെ കാണിക്കത്തില്ല. ഇവിടെ ടെക്സ്റ്റ് ബോക്സ് റെഡ് ആവുന്നുണ്ട്. അതിവിടെ കുറച്ച് ഫങ്ഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മൾ സ്റ്റൈൽസിനെ പറ്റിയാണ്. ഇപ്പൊ ഇവിടെ സപ്പോസ് ഇവിടെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഹെഡർ രണ്ട് കോമ്പോണന്റ് ആണ്. ഹെഡർ എന്ന് പറഞ്ഞ ഒരു കോമ്പോണന്റ് ഉണ്ട്, ഓത് ഇൻപുട്സ് എന്ന് പറഞ്ഞതുണ്ട്. ഓത് ഇൻപുട്സ് എന്ന് പറഞ്ഞാൽ ഇമെയിൽ പാസ്വേഡിനാണ് ഉദ്ദേശിച്ചത്. ഇപ്പൊ ഹെഡറിന്റെ സ്റ്റൈലിംഗ് നമ്മൾ ഇവിടെ CSSനകത്താണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് വേണമെങ്കിൽ നമുക്ക് വനില CSS, അതായത് നമ്മുടെ ബേസിക് CSS നമുക്ക് ഓരോ കോമ്പണൻസിനും ഓരോ സെപ്പറേറ്റ് നമുക്ക് CSS ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഹെഡറിന്റെ സ്റ്റൈൽ ഞാൻ എഴുതിയിരിക്കുന്നത് index.css. ഇത് നമ്മുടെ മെയിൻ CSS ഫയൽ എന്ന് പറയും. ഇപ്പൊ നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഹെഡിനകത്തായിരിക്കും ഇതിന്റെ സ്റ്റൈൽ ഇവിടെ അപ്ലൈഡ് ആയിരിക്കണം. ഇവിടെ നോട്ടോ സ്റ്റൈൽ ഉണ്ടോ. അപ്പൊ ഈ സ്റ്റൈലായിരിക്കും നമ്മുടെ ഇതെല്ലാത്തിലും വന്നിരിക്കുന്നത്. ഞാൻ സെപ്പറേറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സെപ്പറേറ്റ് വിൻഡോ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റൈലായിരിക്കും വന്നിരിക്കുന്നത്. അതായത് index.css ഫയല്. ഇപ്പൊ ഞാൻ ഹെഡറിന് മാത്രം എനിക്കൊരു സെപ്പറേറ്റ് ഹെഡർ കോമ്പോണന്റിന് എനിക്കൊരു സെപ്പറേറ്റ് ഒരു CSS ഫയല് ക്രിയേറ്റ് ചെയ്യണം. അവിടെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ പുതിയൊരു തൽക്കാലം ഇവിടെ ഒരു പുതിയൊരു CSS ഫയല് ക്രിയേറ്റ് ചെയ്യാം, header.css. എന്നിട്ട് index.cssനകത്ത് ഞാൻ ഇവിടെ ഹെഡറിന്റെ സ്റ്റൈലെല്ലാം എടുത്തിട്ട് ഇവിടെ header.cssനകത്ത് കൊടുത്തു. ഓക്കെ, ഇവിടെയും ഞാൻ കൊടുക്കും. കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൈലെല്ലാം മാറിപ്പോയിട്ടുണ്ട്. കാരണം നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ഇനി അടുത്ത്. ഓക്കെ, ഈ ഹെഡർ CSS പുതിയ ക്രിയേറ്റ് ചെയ്ത ഫയലിനെ നമ്മൾ header.jsxനകത്തോട്ട് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് / header.css വന്നു. ഓക്കെ, അപ്പൊ നമ്മളിവിടെ header.cssനകത്ത് ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഓരോ കോമ്പോണൻസിനും നമുക്ക് മൾട്ടിപ്പിൾ CSS ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ സപ്പോസ് ഇവിടെ ഞാൻ ഓത് ഇൻപുട്സിനകത്ത് നമുക്കൊരു header.jsxനകത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട്. ഓക്കെ, ഇവിടെ പാരഗ്രാഫിന് നമ്മൾ സ്റ്റൈല് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഹെഡർ ടാഗ്, ഹെഡർ എന്ന് പറഞ്ഞ എലമെന്റ് ആണ്. ഇവിടെ നോക്കാം, ഹെഡർ എന്ന് പറഞ്ഞ എലമെന്റ് അതിന്റെ
പാരഗ്രാഫ് ടാഗ്, അതായത് പി ടാഗിനകത്താണ് നമ്മൾ സ്റ്റൈൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഹെഡർ കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, പി കൊടുത്തിട്ട് പി ടാഗ് മാത്രം, അതായത് ഹെഡർ സി എസ് എസിന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ മാത്രമേ ഇതിനെ അഫക്ട് ചെയ്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഹെഡർ, തൽക്കാലം നമുക്ക് ഇവിടെ ഹെഡർ എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് പി ടാഗ് മാത്രം കൊടുക്കാം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇവിടെ കണ്ടോ, ഇവിടെ പാരഗ്രാഫ് എന്ന് പറയുന്നത്, അതായത് പി ടാഗിനകത്ത് വരുന്നത് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ആർട്ട് ആണ്. ഇത് കറക്റ്റ് വന്നിട്ടുണ്ട്, സ്റ്റൈൽ വന്നു. പക്ഷേ ഇവിടെ കണ്ടോ, ഇമെയിലും പാസ്വേഡ് ഇവിടെ ലെഫ്റ്റിൽ കിടന്നാണ് ഇതിപ്പോ നേരെ സെന്ററിലോട്ട് വന്ന്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഹെഡർ സി എസ് എസിന്റെ പി ടാഗിന്റെ സ്റ്റൈലും ഇവിടെ ഓത്ത് ഇൻപുട്സിനകത്ത് അഫക്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ വെനില സി എസ് എസിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഒന്ന് സിംപ്ലിസിറ്റി ആയിരിക്കും. അതായത് നമുക്ക് ബേസിക് സി എസ് എസ് സ്റ്റൈൽ നമുക്ക് അപ്ലൈ, ഏത് ഒരു ഫ്രഷർ ഡെവലപ്പർ വന്ന് സ്റ്റൈൽ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സാധാരണ വെനില സി എസ് എസ് വെച്ച് യൂസ് ചെയ്യാം. അത് വളരെ സിമ്പിൾ ആണ്. പിന്നെ പെർഫോമൻസ് കുറച്ച് ഭയങ്കര ഫാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ ഗ്ലോബൽ സ്റ്റൈൽസ് ആണ്, അത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഗ്ലോബലി എഫക്ട് ചെയ്യും. അതെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ ഉണ്ടാവാൻ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ സ്റ്റൈല് നോക്കുമ്പോൾ 2 സ്റ്റൈലാണ് ഇവിടെ ആഡ് ആയിട്ട്. ഒന്ന് നമ്മുടെ മെയിൻ സ്റ്റൈൽ എന്ന് പറയുന്നത് ഇൻഡെക്സ് ഡോട്ട് സി എസ് എസും, പിന്നെ ഒന്ന് ഹെഡർ ഡോട്ട് സി എസ് എസ്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ സി എസ് എസ് ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ മൾട്ടിപ്പിൾ സ്റ്റൈൽ കോമ്പോണൻസ് ആയിരിക്കും ഇവിടെ വരുന്നത്. ഒന്ന് ഇവിടെ ഇൻഡെക്സിന്റെയും മറ്റൊന്ന് ഹെഡറിന്റെ ആണ്. സോ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എല്ലാത്തിലും കയറി അഫക്ട് ചെയ്യും. ഇത് ആക്ച്വലി ഗ്ലോബൽ സ്റ്റൈലാണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഹെഡറിനകത്ത് പി ഉണ്ടെങ്കിൽ ഈ ബോഡിക്കകത്ത് എവിടേക്ക് പി ടാഗ് ഉണ്ടോ അവിടെയെല്ലാം ഈ സ്റ്റൈലിനെ അഫക്ട് ചെയ്യും. സോ ഇങ്ങനെ കൊടുക്കുന്നത് അത് വളരെ ഡ്രോബാക്ക് ആണ്. സോ വെനില സി എസ് എസ് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴാണ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് സ്മോളർ അല്ലെങ്കിൽ മീഡിയം സ്കെയിൽ പ്രോജക്ട്സ് ഒക്കെ മാത്രം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാം, വെനില സി എസ് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പക്ഷെ ലാർജ് ആപ്ലിക്കേഷൻ, അതായത് ലാർജ് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈലിംഗിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആവും. പിന്നെ വേറെ ഡെവലപ്പേഴ്സ് വന്ന് ചെയ്ത് കഴിയുമ്പോൾ അത് മറ്റ് സ്റ്റൈലിങ്ങിനെ അഫക്ട് ചെയ്യും. സോ അങ്ങനെ അഫക്ട് ചെയ്യാതെ നമുക്ക് വേറെ രീതിയിലൊക്കെ നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഡൈനാമിക് സ്റ്റൈലിങ്ങും അതുപോലെ ഇൻലൈൻ സ്റ്റൈലിങ്ങും ഒക്കെ നമ്മൾക്ക് ചെയ്ത് നോക്കാം. സോ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ട് എങ്ങനെയാണ് നമുക്ക് വെനില സി എസ് എസ് നമ്മൾ യൂസ് ചെയ്യുന്നതും പിന്നെ അതിന്റെ അഡ്വാൻറ്റേജും ഡ്രോബാക്സും. ഇനി അടുത്ത നമ്മൾ നോക്കാൻ പോകുന്ന ഇൻലൈൻ സ്റ്റൈലിങ്ങിനെ പറ്റിയാണ്.